ഈ ബാംഗ്ലൂർ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഭയങ്കര ഫ്രീഡം അല്ലേ? എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുട്ടി ബാംഗ്ലൂർ പഠിക്കണ്ടേ, അവളുടെ ചിലവിനുള്ള പൈസയൊക്കെ അവൾ തന്നെ ഒപ്പിക്കുന്ന പറയുന്നേ. അവൾക്ക് അവിടെ നല്ല ഫ്രീഡം ആണെന്നാ കേൾക്കണേ. ചേച്ചിക്കേനെ അവിടെ നല്ല ഫ്രീഡം ആണോ? എത്രയായി? 50 രൂപ. ചേഞ്ചില്ല. ബാക്കി വെച്ചോ. ബാക്കി വേണ്ടേ? അല്ല, അത് എനിക്കേ അവിടെ നല്ല ഫ്രീഡാ. മധുരം കൊടുത്തോട്ടെ. വല്യമ്മച്ചി അതേ വട്ട. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്നാ? ഓൾ ദ വേ ഫ്രം അമേരിക്ക. കുരുവിളെ, will you marry me? വല്യമ്മച്ചി ഇവിടെ എന്നാക്കി പറയുന്നേ? എടാ, നീയും സെഫീനയും പ്രേമിക്കുന്നു, കെട്ടുന്നു. അതിനിടയിൽ എന്നെന്തിനാ പിടിച്ചിരുന്നേ? എടി, നമ്മൾ വാക്ക് കൊടുത്തല്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടാന്ന്. മാറ്റ കല്യാണത്തിനൊന്നും ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. കുരുവിളൊക്കെ കെട്ടാന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം. അല്ല വല്യമ്മച്ചി, എന്നാ ഉള്ള പ്ലാൻ? ഒരു പ്ലാനും ഇല്ലാതെ എങ്ങനെ ജീവിക്കാന്നുള്ളതാണ് ഇപ്പത്തെ എന്റെ പ്ലാൻ. ജോർജി, സെഫീനയുടെ പപ്പ അന്വേഷിക്കുന്നു. അങ്ങോട്ട് ചെല്ല്. ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ പാതിരായ്ക്ക് വന്ന് കയറിക്കോളും. കുരുവിളയുടെ പേരൻസിൻ്റെ മുന്നിൽ ഞാൻ നാണം കിട്ടും. മറ്റന്നാൾ ജോർജിയുടെ കൂടെ നിൻ്റെയും കുരുവിളയുടെയും കൂടെ കല്യാണം ഉറപ്പിക്കണം. എനിക്ക് കുറച്ചുകൂടെ ടൈം വേണം. ആവശ്യത്തിനുള്ള ടൈമൊക്കെ കിട്ടിയതല്ലേ? ഇവിടെ ഇഷ്ടം കൂടെ നോക്കിയിട്ട് പോരെ? നിങ്ങളൊക്കെ കൂടി വളർത്തി വഷളാക്കിയതിൻ്റെ ഗുണ. പട്ടിയുടെയും പൂച്ചയുടെയും പടം വരച്ച് നടന്നതൊക്കെ മതി. ഞാൻ അത്രയ്ക്ക് കുഴപ്പമാണോ? എന്റെ കൊച്ചു പൊളിയല്ലേ. ഇനി ഞാൻ എന്നാ ചെയ്യും? അതിനൊക്കെ വഴിയുണ്ട്. അയ്യോ, അതിന് ഞാൻ സ്റ്റെപ്പൊക്കെ മറന്നുപോയി. അതൊന്നും സാരില്ല, സ്റ്റെപ്പൊക്കെ നമുക്ക് ഇടാലോ. മഹിമയോടരിമകളെല്ലാം ചെയ്യും വിശ്വമൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ ഞങ്ങളിവിടെ നിന്ന് തിരിഞ്ഞു. പെങ്ങളോട് ഇറങ്ങിക്കോ. എന്റെടാ. താങ്ക് യു ചേട്ടാ. ഹലോ അമ്മ. നീ ഇതെവിടെ അടി? ഞാൻ ബ്യൂട്ടി പാർലറിലാ. ഇവിടെ സ്തുതി കൊടുപ്പ് തുടങ്ങി. 10 മിനിറ്റ് ഞാൻ